ഇടുക്കി വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിലേക്ക് ഞാനിവിടെ 2.5 കപ്പ് അരി പൊടിച്ച് നന്നായിട്ട് തരിയെല്ലാം മാറ്റിയതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് റവ, പിന്നെ എടുത്തിരിക്കുന്നത് 6 പാളയംകോടൻ പഴം, 5 അച്ച് ശർക്കര, പിന്നെ എടുക്കേണ്ടത് ഏലക്കായയാണ്. ഏലക്കായ ഞാൻ കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട്. ഒരു പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് പൊടിയൊക്കെ മതിയാകും. പിന്നെ എടുത്തിരിക്കുന്നത് കറുത്ത എള്ളാണ്, അത് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടി ചേർത്ത് വളരെ രുചികരമായ രീതിയിലൊരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. ആദ്യമേ തന്നെ നമ്മളുടെ ശർക്കര ഉരുക്കി പാനിയാക്കി വെക്കണം. അതിലേക്ക് ശർക്കരയിലേക്ക് വെള്ളം ഒഴിച്ച് ഞാനിവിടെ നല്ല പാനിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് പഴം അരച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ പഴമെല്ലാം അരച്ച് പഴവും ഏലക്കയും കൂടി ഇട്ട് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാനി കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നമുക്ക് ആവശ്യമായ ബാറ്ററിൻ്റെ തിക്നെസ് എത്രയാണോ അത്രയും ആക്കിയെടുക്കണം. അപ്പം ഞാനതെങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ശർക്കരപ്പാനി കുറേശ്ശെ ചേർത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിനകത്തേക്ക് മാവ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മാവ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവ് പൊടി ചേർത്തതിന് ശേഷവും നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് റവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാനി ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ച് മാത്രമേ നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ദോശമാവിൻ്റെനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് കൊടുത്തതിന് ശേഷവും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നീട് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2.5 മണിക്കൂർ ഒന്ന് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് പുളിച്ച് പോകരുത്. കറക്റ്റ് 2 മണിക്കൂറിന് ശേഷം നമുക്ക് ചുട്ടെടുക്കണം. അപ്പം നമ്മളുടെ മാവൊക്കെ ഇവിടെ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 2.5 മണിക്കൂറിന് ശേഷമാണ് ചുട്ടെടുത്തിരിക്കുന്നത്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ രീതി തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിനി ഉണ്ണിയപ്പം നന്നായിട്ട് ചുട്ടെടുക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ളത് ചേർക്കാം. സൺഫ്ലവർ ഓയിലാകുമ്പം കുറച്ചും കൂടി കേടാവാതെ ഇരിക്കും. വെളിച്ചെണ്ണയാകുമ്പോൾ പിറ്റേ ദിവസമൊക്കെ ഉപയോഗിക്കും. ഒത്തിരി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഉണ്ണിയപ്പ ബാറ്റർ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചുട്ടെടുക്കാം. ഇപ്പം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ട് മൊരിയുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് ഒരു വശം മൊരിയുന്നതിന് ശേഷം അടുത്ത വശത്തേക്ക് ഇട്ട് മറിച്ചെടുക്കാം. അപ്പം നമുക്ക് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ ഉണ്ണിയപ്പം എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളുടെ വീടുകളിൽ വളരെ സ്വാദിഷ്ടമായ ഒരു ഉണ്ണിയപ്പമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്കിതിനകത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ തേങ്ങ ചെറുതായിട്ട് കൊത്തിയതിന് ശേഷം നെയ്യിൽ വറുത്ത തേങ്ങ ഈ ബാറ്ററിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ തേങ്ങ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിനകത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് നമ്മളുടെ ഉണ്ണിയപ്പം എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്കിങ്ങനെ വീടുകളിൽ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.